ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിയുടെ ഫ്രണ്ടിനെ കൊണ്ട് രേവതിയുടെ ഫോണിലേക്ക് വിളിപ്പിക്കുകയാണ്. രേവതി അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ രേവതി ആണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവസാനം സച്ചി ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നുള്ള കാര്യം ഫ്രണ്ട് പറയുന്നത് രേവതി കേൾക്കുകയാണ്. അങ്ങനെ സച്ചി പറഞ്ഞിട്ടാണ് രേവതിയെ വിളിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഫോൺ വെച്ചതിന് ശേഷം സച്ചിയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഫോൺ കട്ടായി എന്നുള്ള കാര്യം കേട്ടോ. അതുവരെയുള്ള എപ്പിസോഡായിരുന്നു നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ എപ്പിസോഡ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ഫ്രണ്ട് ചോദിക്കുന്ന സമയത്ത് അപ്പോൾ ആരാടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് സച്ചി തിരിച്ചു ചോദിക്കുന്നത്. ഫാൻ്റെ സൗണ്ട് കേൾക്കുന്നത് പോലെ തോന്നി, ഒന്ന് പോടാ അവിടുന്ന്, എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അറിയുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അതേസമയം രേവതിയുടെ അടുത്ത് ദേവ് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ഒന്നും മിണ്ടാതിരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ തന്നെയാണ് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്നെ വിളിപ്പിച്ചത്. ഞാൻ രാവിലെ പോയിട്ട് കുറച്ച് വിരട്ടുന്ന രീതിയിലാണല്ലോ സംസാരിച്ചത്. അപ്പോൾ ഇച്ചിരി പേടി വന്നിട്ടുണ്ടാകും. പാവല്ലേ ചേച്ചിക്ക് സംസാരിച്ചൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തിനു സംസാരിക്കണം, അവർക്ക് എന്നോട് സംസാരിക്കണം എന്ന് തോന്നിയില്ലല്ലോ. സച്ചേട്ടൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നു പറയുമ്പോൾ എന്താ ചേച്ചി ഇത് ഏട്ടന് വിഷമാവില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് കുറച്ച് വിഷമായിക്കോട്ടെ, നീ ഒരു കാര്യം ചെയ്യ്, പഠിക്കാൻ നോക്ക്, സംസാരിക്കാണ്ടേ. അത് കഴിഞ്ഞ് വീണ്ടും സച്ചി കാറിൽ പോകുന്ന സമയത്ത് ഫ്രണ്ട് വയ്ക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ എന്നുള്ള കാര്യം. വേണ്ട, നീ കാർ നേരെ വിടടാ, നേരെ പോട്ടെ എന്ന് പറയണേ. ശരി നിങ്ങളുടെ വീട്ടിലേക്കല്ലേ പോകണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. നിന്റെ അടുത്ത് ഞാൻ നേരെ പോകാനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നീ അവനെ ടെൻഷനാക്കിണ്ട, നേരെ വണ്ടി വിടുമെന്ന് പറയാണ് ഫ്രണ്ട്, മറ്റേ വണ്ടി ഓടിക്കുന്ന ആൾ. അങ്ങനെ സച്ചിയും ഫ്രണ്ട്സും കൂടി ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം എത്തി ചോദിക്കുന്ന സമയത്ത് വഴി പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ലെഫ്റ്റ് പോകാനും റൈറ്റ് പോകാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വഴി പറഞ്ഞു കൊടുത്തിട്ട് ഒരു സിഗ്നലിൻ്റെ അവിടെ എത്തുകയാണ്. എന്താ വണ്ടി നിർത്തി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സിഗ്നൽ ആണെന്ന് പറയണേ. പച്ച ലൈറ്റാണോ അതോ ചുവപ്പ് ലൈറ്റാണോ കത്തുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് പച്ച ലൈറ്റാണ്. പിന്നെ എന്താണ് നോക്കി നിൽക്കുന്നത്, വണ്ടി എടുക്കടാ എന്ന് പറയണേ. അങ്ങനെ കുറച്ച് പോയി കഴിയുമ്പോൾ ലെഫ്റ്റിലോട്ട് തിരിയാൻ വേണ്ടി പറയണേ. അപ്പോഴേക്കും രേവതിന്റെ വീടിന്റെ പരിസരമാണല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഫ്രണ്ടിന് മനസ്സിലാവാണേ. അതെ, അവളുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറയാണ് സച്ചി. അവളുടെ വീട്ടിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അത് ആദ്യം പറയണ്ടേ, അല്ലാണ്ട് ലെഫ്റ്റ് പോ റൈറ്റ് പോ യൂ ടേൺ ചെയ്യുക അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ആളെ കുഴപ്പമൊക്കുന്നത് എന്തിനാണ്? ഇത് കേട്ട സച്ചി പറയുന്നത് എന്താണെന്നറിയോ, ആദ്യം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നീ എന്താ പറയാ, ഞാൻ കുടിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ള കാര്യമല്ലേ. അതും ശരിയാണ്, എന്തായാലും ഇപ്പോൾ കുടിച്ചിട്ടുണ്ടല്ലോ, പോകാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ കുടിച്ചിട്ടുണ്ട്, ഞാൻ പോകുന്നില്ലല്ലോ. അപ്പോഴേക്കും വീട് എത്തുന്നുണ്ട് കേട്ടോ. കൊണ്ടുപോയിട്ട് രേവതിയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തുമ്പോൾ അയ്യോ ഇവിടെ നിർത്തല്ലേ, 2 വീട് മുന്നിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റിയിടാൻ വേണ്ടി പറയാണേ. ഞാൻ എന്തിനാ പോണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ചെന്നിട്ട് അവൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ട് വാ എന്ന് പറയാണേ. ഞാനും കുടിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്നേക്കാൾ കുറച്ചല്ലേ കുടിച്ചിട്ടുള്ളൂ, പിന്നെ നിന്നോട് ഞാൻ ഉള്ളിലേക്ക് പോകാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ വീട്ടിന്റെ പുറത്ത് നിന്നിട്ട് കതകിന് തട്ടിയിട്ട് അവൾ അവിടെ ഉണ്ടോ നോക്ക്, കണ്ടിട്ട് ഞാൻ ഓടിങ്ങോട്ട് പോരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കൊല്ലും നിന്നെ. അവിടുന്ന് നീ ചോദിക്കണം ഞാൻ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം. അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാന്ന് ചോദിക്കാണ് കേട്ടോ തിരിച്ച് ഫ്രണ്ട്. ഞാൻ അവരുടെ മുമ്പ് തന്നെ ഉണ്ടാവില്ലേ, എന്നെ കാണണമെന്ന് ചെന്നിട്ട് പറയടാ സച്ചിയെ കാണണമെന്ന്. നിന്നെയാണോ, രാവിലെ നീ വന്ന് സംസാരിച്ചിട്ട് പോയതാണ്, പിന്നെ ആളെ കണ്ടിട്ടില്ല എന്ന് പറ. എന്തിനാടാ ഇതൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ വേണോടാ, ഫോൺ എടുത്തിട്ട് മിണ്ടാതിരുന്നതല്ലേ, നീ ഇപ്പം അത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ടെൻഷൻ ആകും. അപ്പൊ അവൾ എന്നെ കോൾ ചെയ്യും, എന്നെ വിളിച്ചിട്ട് സംസാരിക്കും. നീ ചെല്ല്, എന്തൊക്കെയോ പറയുന്നു, എന്തായാലും നിനക്ക് വേണ്ടി പോവാ എന്ന് പറയുമ്പോൾ പോടാ എന്ന് പറഞ്ഞിട്ട് തള്ളിവിടുകയാണേ. അങ്ങനെ രേവതിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ വേണ്ടി പോവാണ്. ബെഡ് വിരിക്കുന്ന സമയത്താണ് കതകിന് വന്നിട്ട് ആര മുട്ടുന്നത്. അപ്പൊ ലക്ഷ്മി വെക്കുന്നുണ്ട് ആരടി ഈ സമയത്ത്, എന്തായാലും അമ്മേ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അനിയൻ കതക് തുറന്ന് നോക്കുകയാണേ. കതക് തുറന്നിട്ട് ആളെ കാണുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ എന്നുള്ള കാര്യം. ഞാന് സച്ചിയുടെ ഫ്രണ്ടാണ് ചേച്ചി, സച്ചിയേട്ടന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, വരുമോ എന്ന് പറഞ്ഞിട്ട് രേവതി പുറത്തേക്ക് വരുന്നുണ്ടേ. എന്താ ഈ സമയത്ത് എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ രേവതി ഫ്രണ്ടിന്റെ അരികിലേക്ക് ചെന്നിട്ട്. ഞാൻ ഫോൺ വിളിച്ചിരുന്നു. ആണോ, എനിക്കൊന്നും കേട്ടില്ലല്ലോ. അത് സച്ചിയെ കാണുന്നില്ല എന്ന് പറയുമ്പോഴേക്ക് ലക്ഷ്മി വയ്ക്കുന്നുണ്ട് എന്താ ഈ പറയുന്നത് എന്നുള്ള കാര്യം. അമ്മ നിക്ക്, ഞാൻ സംസാരിക്കാം. കാണുന്നില്ലേ? ഇല്ല, അവൻ എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആണോ, സച്ചിയേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോഴേക്കും ഫ്രണ്ട് ആകെ ഞെട്ടുവാണേ. എന്ത് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഫ്രണ്ട് ചോദിക്കുമ്പോൾ ലക്ഷ്മി രേവതി എന്ന് പറഞ്ഞ് വിളിക്കണേ. അമ്മ നിക്ക്, ഞാൻ സംസാരിക്കാം. അപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ. വീണ്ടും ഉണ്ട്, അപ്പൊ തന്നെ വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു എന്നോ, എന്നിട്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്നിട്ടെന്താ വെള്ളം കുടിച്ചു. ഇപ്പൊ എവിടെയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉള്ളിലേക്ക് കിടന്ന് ഉറങ്ങാണ്.
ഉള്ളിൽ ഉറങ്ങാണെന്നോ? അതിനെതിരെ നിങ്ങളിങ്ങനെ ഷോക്കാവുന്നത്? ഉള്ളിൽ കിടക്കാണ്ട് പിന്നെ റോട്ടിലാണോ കിടക്കുന്നത്? സത്യമായിട്ട് ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാവുന്നില്ലേ, ഉറങ്ങുന്നുണ്ട്. നിങ്ങൾ വരൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ അങ്ങനെയായിരുന്നോ? അതെ പറഞ്ഞായിരുന്നു, സച്ചേട്ടൻ്റെ ഫ്രണ്ട് വരുന്നു. ഞാൻ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാലും എന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നു. അവൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങാണെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ ശരി സിസ്റ്റർ, അവൻ നന്നായിട്ട് ഉറങ്ങട്ടെ. കൊതു കടിക്കുന്ന സമയത്ത് ബെഡ്ഷീറ്റ് നന്നായിട്ട് ഇട്ട് മൂടി കൊടുക്കണം. അപ്പം ശരി ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് പോവാണേ. അങ്ങനെ അയാൾ പോയതിൻ്റെ ശേഷം രേവതി കഥ കടിക്കണേ. തുടർന്ന് ലക്ഷ്മി വയ്ക്കുന്നുണ്ട്, എന്താ രേവതി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? സച്ചിയെ കാണുന്നില്ല എന്നാണല്ലോ അവൻ പറഞ്ഞത്, എന്നിട്ട് നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അമ്മേ, സച്ചിയേട്ടനാണ് ഇയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. കുറച്ചു നേരം മുമ്പ് എനിക്ക് ഇയാളുടെ ഫോണിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചില്ല, അതുകൊണ്ട് ഇപ്പൊ ആളെ വിട്ടുങ്ങാണ്ട് നോക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ നീ അവൻ്റെ അടുത്ത് സംസാരിക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇയാളെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായില്ലേ, എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല എന്നുള്ള കാര്യം. എപ്പോഴാ സംസാരിക്കേണ്ടതെന്നൊക്കെ എനിക്കറിയാം. നിങ്ങളെല്ലാം പോയിട്ട് കിടക്കാൻ നോക്ക്. ഓൾറെഡി കുറെ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നീ വേറെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയാൻ മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഉള്ളിൽ കയറി പോവാണ്. അപ്പോഴേക്കും സച്ചിക്കരികിലേക്ക് ഫ്രണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താടാ നീ പറഞ്ഞോ? അവള് ഭയന്നോ? സങ്കടത്തിൽ കരയുന്നുണ്ടാവും അല്ലേ? കരയട്ടെ കരയട്ടെ, നന്നായിട്ട് കരയട്ടെ. ഈ സമയത്തിനുള്ളിൽ എന്നെ ഫോൺ ചെയ്യേണ്ടതാണല്ലോ, പക്ഷെ എന്താ ചെയ്യാണ്ടിരുന്നേ? അവളെന്തിനാ ഫോൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്? നീ നല്ല ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ട് ഉറങ്ങുവാണെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ഇവിടെ ഇല്ലേ നിൽക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ ഭാര്യ നിന്നേക്കാളും വിളഞ്ഞവളാണ്. നീ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട് എന്നും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുകയാണെന്നാണ് അവൾ പറഞ്ഞത്. ഓഹോ, അവൾ അങ്ങനെ പറഞ്ഞല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ പറഞ്ഞു. അവൾ ഒന്നിനും ഭയപ്പെടുന്നത് പോലെ തോന്നുന്നില്ല. ഞാനാണ് മണ്ടനായത്. എന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്നെയും കൂടി കൂട്ടിക്കൊണ്ടുപോയിട്ട് കള്ളു കുടിപ്പിക്കും എന്ന് പറഞ്ഞു അവൾ എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ അവൾ അത്രയ്ക്കായല്ലേ. എന്തായാലും അവൾ സുഖമായിട്ടിരിക്കുകയാണല്ലോ, അവിടെ ഉണ്ടല്ലോ. ആ ഉണ്ട്, ആ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കയറി പോവാണ്. ഈ രംഗമൊക്കെ നമ്മുടെ രേവതി അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ കേൾക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇടണം എന്നുണ്ടെങ്കിൽ എല്ലാവരും നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്